നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വരുന്ന ജൂലൈ 29 കർക്കടകം 13 തീയതിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം അന്നാണ് ഗരുഡ പഞ്ചമി. ഒരുപക്ഷെ ഗരുഡ പഞ്ചമിയുടെ പ്രാധാന്യം അധികം ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നും തോന്നുന്നില്ല. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷം 5-ാം ദിവസം, അതായത് പഞ്ചമി ദിവസമാണ് ഗരുഡ പഞ്ചമിയായി ആഘോഷിക്കുന്നത്. സാധാരണയായി ഈ ദിനം നാഗപഞ്ചമിയോടൊപ്പമാണ് ആചരിക്കുന്നതും. ഗരുഡപഞ്ചമി എന്നത് വിഷ്ണു ഭഗവാന്റെ വാഹനവും പക്ഷിരാജാവുമായ ഗരുഡസ്വാമിയുടെ ജന്മദിനമായിട്ടാണ് കണക്കാക്കുന്നത്. തൻ്റെ മാതാവായ വിനിതയെ കദ്രുവിൻ്റെയും അവളുടെ പുത്രന്മാരായ നാഗങ്ങളുടെയും ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഗരുഡൻ അമൃതമായി വന്ന കഥയും ഈ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. അഗാധമായ മാതൃപുത്ര ബന്ധത്തെയാണ് ഈ ദിനം എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളുടെ നല്ല ഭാവിക്കും ആരോഗ്യത്തിനുമായി അമ്മമാർ ഗരുഡനെ ഈ ദിവസം ആരാധിക്കുന്നതും പ്രധാനമാണ്. അറിയാമല്ലോ, കഠിനമായ സർപ്പദോഷങ്ങൾക്കും ത്വക്കുരോഗങ്ങൾക്കും കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷിപീഡകൾക്കും മറ്റു ദുരിതശാന്തികൾക്കുമൊക്കെയായി ഗരുഡനെ ആരാധിക്കുന്നതും വഴിപാടുകൾ കഴിക്കുന്നതുമൊക്കെ വളരെ പ്രധാനമായിട്ടാണ് കണക്കാക്കുന്നത്. തന്നെയുമല്ല, ഗരുഡനെ ആരാധിക്കുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് തുല്യവുമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനൊപ്പം ഗരുഡൻ പ്രധാന മൂർത്തിയായി വരുന്ന ക്ഷേത്രങ്ങളിൽ ഗരുഡപഞ്ചമിക്ക് പ്രാധാന്യവും കൂടുതലാണ്. നിർഭാഗ്യവശാൽ അത്തരം വളരെ ചുരുക്കം ഗരുഡക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ. മധ്യകേരളത്തിൽ ഇതുപോലെ മഹാവിഷ്ണുവിനൊപ്പം ഗരുഡൻ പ്രധാന മൂർത്തിയായി വരുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം. ഈ പൗരാണിക ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗരുഡൻ സ്വയം പറന്നു വന്നിരുന്ന് സ്ഥാനം കാണിച്ചു കൊടുത്ത സ്ഥാനത്താണ് ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗരുഡസ്വാമിക്ക് ഇവിടെ പ്രത്യേകം ഒരു കൊടിമരം പോലുമുണ്ട്. ഇവിടുത്തെ ഗരുഡസ്വാമിയുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ പറയുന്ന അനുഭവങ്ങളും നിസ്സാരമല്ല. ഈ ക്ഷേത്രത്തിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുമുണ്ട്. ഗരുഡപ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമെന്ന നിലയിൽ ഭക്തജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യപ്രകാരം ഗരുഡപഞ്ചമി നാൾ ഗരുഡ സഹസ്രനാമകോടി അർച്ചന നടത്തുകയാണ് ഇവിടെ. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഭക്തജനങ്ങൾക്ക് സ്വന്തം പേരിലും നാളിലും സ്വയം അർച്ചന നടത്താനുള്ള സൗകര്യമാണ് ക്ഷേത്രഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ അന്നേ ദിവസം ഗരുഡസ്വാമിയുടെ അതിവിശിഷ്ടമായ ഗോളക ദർശിക്കാനും അവസരമുണ്ടായിരിക്കും. അഗ്നിഹോത്രി മേഴത്തൂർ സുദർശൻ നമ്പൂതിരിയും തന്ത്രി പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടും ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ മഹായജ്ഞത്തിൽ പങ്കുകൊള്ളുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ക്ഷേത്രഭാരവാഹികളെ നേരിട്ട് വിളിക്കാവുന്നതുമാണ്. നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വളരെ ബൃഹത്തായ ഈ മഹായജ്ഞം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന ആശംസകളോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.